ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എജ്യൂപോർട്ട്. മക്കളെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോൾ എഴുതാൻ പോകുന്ന ബോർഡ് എക്സാം ഉണ്ടല്ലോടാ, മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബോർഡ് എക്സാം, അതിൽ കെമിസ്ട്രിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഓർഗാനിക് കെമിസ്ട്രിയിൽ, ഓർഗാനിക്കിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് പഠിക്കാതെ മക്കൾ എക്സാമിന് പോവാനേ പാടില്ല. ആ ഒരു നിർബന്ധം നിങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഒരു കാരണവശാലും മക്കളെ പഠിക്കാതെ പോവരുത്. റെഡിയാണോ? യെസ് സർ, ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പഠിക്കും സർ എന്ന് ആദ്യം തന്നെ നിങ്ങൾ അങ്ങ് തീരുമാനിക്കുക. എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. റെഡിയാണല്ലോ? യെസ്, നവാ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എന്താണ് ഹോമോലോഗസ് സീരീസ്? ഹോമോലോഗസ് സീരീസ്. അപ്പൊ സീരീസിനെ കുറിച്ചാ ചോദ്യം. അപ്പൊ ആദ്യം തന്നെ പറയാം, ഇറ്റ് ഈസ് ദ സീരീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അത് ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ സീരീസ് ആണ്. ആ സീരീസിന്റെ പ്രത്യേകത എന്താ? ഇൻ വിച്ച് ദ അഡ്ജസന്റ് മെമ്പേഴ്സ് ആർ ഡിഫർ ബൈ a CH2 ഗ്രൂപ്പ്. നോക്ക്, ഇത് മെത്തനോളാ. അടുത്തത് എത്തനോളാണ്. അടുത്തത് ഏതാടാ? പ്രൊപ്പനോളാണ്. നിങ്ങൾ നോക്കിക്കേ എന്താ ഇവിടെ സംഭവിച്ചത്? ഇതൊരു ഹോമോലോഗസ് സീരീസാ. ആദ്യത്തെ മെമ്പറിൽ നിന്ന് രണ്ടാമത്തെ മെമ്പറിലേക്ക് എത്തിയപ്പോൾ ഒരു CH2 ഗ്രൂപ്പ് അധികം വന്നു. അതിൽ നിന്ന് മൂന്നാമത്തെ മെമ്പറിലേക്ക് എത്തിയപ്പോൾ വീണ്ടും ഒരു CH2 ഗ്രൂപ്പ് അധികം വന്നു. അഡ്ജസന്റ് മെമ്പേഴ്സുകൾ തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിന്റെ ഡിഫറൻസ് വരുന്ന സീരീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ പേരാണ് ഹോമോലോഗസ് സീരീസ്. അതെല്ലാവരും പഠിച്ചിരിക്കേണ്ടതാണ്. ഒരു മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗോട്ട് ഇറ്റ്? അടുത്തത് ബോണ്ട് ലൈൻ നൊട്ടേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ എന്താ എഴുതേണ്ടത്? നമ്മൾ കണ്ടൻസ്ഡ് ഫോർമുല എഴുതണം. അതേപോലെ IUPAC നെയിം എഴുതണം. എടാ, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന് പ്രധാനമായും കംപ്ലീറ്റ്, കണ്ടൻസ്ഡ്, ബോണ്ട് ലൈന്, ഈ 3 മെത്തേഡല്ലേ റെപ്രസെന്റ് ചെയ്യാനുള്ളത്. അത് പഠിച്ചിരിക്കേണ്ടതാണ്. ഒരു സംശയം അവിടെ ഇല്ല. അതേപോലെ IUPAC നോമൻക്ലേച്ചർ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നോക്ക് എടാ, ഇതിനെങ്ങനെയാണ് നമ്മൾ ചുരുക്കി എഴുതുക? ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ CH3. ഇവിടെ എന്താ ഉള്ളത്? CH2. ഇവിടെ എന്താ ഉള്ളത്? CH ഡബിൾ ബോണ്ട് CH2. എടാ, ഇതിന്റെ പേരെന്താ? ഇവിടുന്ന് അങ്ങോട്ട് നമ്പർ ചെയ്യേ. ബ്യൂട്ട് 1 ദാറ്റ് മീൻസ് ബ്യൂട്ടീൻ എന്ന് പറയാം. ബ്യൂട്ടീൻ. അടുത്തത് ഇവിടെ ആരാ ഉള്ളത്? പറയേണ്ട കാര്യമുണ്ടോടാ? CH3 ആണുള്ളത്. ഇതാരാ ആള്? ഇത് കീറ്റോൺ ആണ്. കീറ്റോണിനെ കണ്ടൻസ് ചെയ്ത് ചുരുക്കിയിട്ട് CO എന്ന് എഴുതാം, ഒരു കുഴപ്പമില്ല. ഇവിടെ ആരാ ഉള്ളത്? CH2 ആണ്. ഇവിടെ CH3 ആ. മക്കളൊന്ന് പറഞ്ഞേടാ, ഇയാൾക്ക് ലീസ്റ്റ് നമ്പർ കിട്ടണമെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ നമ്പർ ചെയ്യേണ്ടത്? യെസ്, ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുക. അപ്പോൾ ബ്യൂട്ടനോൺ എവിടെ? കീറ്റോൺ ഉള്ളത് 2. സോ ബ്യൂട്ട് അല്ലെങ്കിൽ ബ്യൂട്ടൻ 2 ഓൺ. എവിടുന്നാ സർ ഓൺ വന്നത്? കീറ്റോൺ എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സഫിക്സ് ഓൺ ആണ്. ആസിഡിൻ്റെത് ഓയിക് ആസിഡ് ആണ്. ആൽഡിഹൈഡിൻ്റെത് ആളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മറന്നു പോകരുത്. അങ്ങനെയാണ് ബ്യൂട്ടൻ 2 ഓൺ എന്ന് വന്നത് കേട്ടോ. 2 കീറ്റോൺ, അതുകൊണ്ടാണ് 2 ഓൺ. ഇനി നിങ്ങൾ നോക്ക്, ഇതാരാ? അതായത് C ഡബിൾ ബോണ്ട് OH അല്ലേ ഇത്? ഇതാരാ? ഇതിനെയാണ് ചുരുക്കി CHO എന്ന് പറയാ. അതായത് ആൽഡിഹൈഡ് ഗ്രൂപ്പാടാ അത്. ആണ്. അപ്പൊ വേണമെങ്കിൽ ആദ്യം തന്നെ അത് എഴുതാം, CHO എന്ന് എഴുതി. പിന്നെ ഇവിടെ ആരാ ഉണ്ടാവുക? ഒരു CH2 ഗ്രൂപ്പ് ഉണ്ട്, എഴുതി. ഇനി ഇവിടെ ആരാ ഉണ്ടാവുക? എഗെയിൻ ഒരു CH2 ഗ്രൂപ്പ് ഉണ്ട്, എഴുതി. ഇനി ഇവിടെ ആരാ ഉള്ളത്? ഒരു ക്ലോറിൻ. ജസ്റ്റ് ഒന്ന് ഇട്ടു. ഹാലജൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്. ആൽഡിഹൈഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്. ആർക്കാ പ്രിഫറൻസ്? ഒരു സംശയമില്ല, ആൽഡിഹൈഡ്. സോ 1 2 3. മൂന്നാമത്തെ പൊസിഷനിൽ ക്ലോറിൻ. സോ 3 ക്ലോറോ. എടാ, പേര് ഞാൻ എഴുതി കഴിയാൻ കാത്തിരിക്കരുതേ. നിങ്ങൾ കാത്തിരിക്കരുത്. പേപ്പറിൽ ആദ്യം തന്നെ എഴുതി വെക്ക്. എന്നിട്ടോ ശരിയാണോന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അങ്ങനെ പഠിക്കുക. നോക്ക്, 2 ക്ലോറോ പ്രൊപ്പൈനില് ഒന്നാമത്തെ പൊസിഷനിൽ ആൽഡിഹൈഡ്. സോ പ്രൊപ്പൻ 1 ആൾ, ദാറ്റ് മീൻസ് പ്രൊപ്പനാൾ. 3 ക്ലോറോ പ്രൊപ്പനാൾ. എടാ, 3 ക്ലോറോ പ്രൊപ്പനാൾ. ക്ലിയർ? അപ്പം ബോണ്ട് ലൈൻ തന്നാൽ കണ്ടൻസ് ചെയ്യാൻ അറിയണം. കണ്ടൻസ് തന്നാൽ ബോണ്ട് ലൈൻ ആക്കാൻ കഴിയണം. കണ്ടൻസ് തന്നാൽ കംപ്ലീറ്റ് ആക്കാൻ കഴിയണം. അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. പിന്നെ IUPAC നെയിമിങ്ങും പഠിച്ചിരിക്കേണ്ടതാണ്. കുറച്ച് ക്വസ്റ്റ്യൻ നോക്ക് ഇവിടെ. പെൻഡ് 4 in 2 all. ഇതെന്താണെന്നറിയോ? ഇത് IUPAC നെയിമാണ് തന്നത്.
അതിൻ്റെ എന്താ എഴുതാൻ പറഞ്ഞത്? അതിൻ്റെ സ്ട്രക്ചറാ മക്കളെ നമ്മോട് എഴുതാൻ പറഞ്ഞത്. നോക്ക്, പെൻഡ് ഫോർ ഇൻ ടു ഓൾ. ഇങ്ങനെ തിരിച്ചു ചോദിച്ചാൽ IUPAC തന്ന് സ്ട്രക്ചർ വെച്ചാൽ എന്താ ചെയ്യുക? നമ്മൾ ആദ്യം തന്നെ വേർഡ് റൂട്ട് നോക്കണം. ആരാ വേർഡ് റൂട്ട്? പെൻഡ്. പെൻഡ് കണ്ടാൽ ഒന്ന് ആലോചിക്കാനില്ല, 5 കാർബൺ ആറ്റം വരയ്ക്കുക. 2 3 4 5. ഇനി 4 ഇൻ ടു ഓൾ. ഫംഗ്ഷൻ ലൂപ്പിന് പ്രിഫറൻസ് കൊടുക്കുക. ടു ഓൾ, അപ്പൊ 2 ഓൾ കൊടുക്കുക. 4 ഇൻ 4 ഡബിൾ ബോണ്ട് കൊടുക്കുക. ഇനി ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യുക. എങ്ങനെയാ? ഒരു കാർബണിന്റെ വാലൻസി 4. ഒരു കാർബണിന്റെ വാലൻസി 4 എന്ന് പറഞ്ഞാൽ ഒരു കാർബണിന് 4 ബോണ്ട് വേണം. ഇവിടെ എത്ര ബോണ്ട് ഉണ്ട്? 1 ബോണ്ടേ ഉള്ളൂ. 3 ബോണ്ടിന്റെ കുറവില്ലേ? അപ്പൊ 3 ഹൈഡ്രജൻ കൊടുത്തു. ഇവിടെ 3 ബോണ്ട് ഉണ്ട്, 1 ഹൈഡ്രജൻ മതി. ഇവിടെ 2 ബോണ്ട് ഉണ്ട്, 2 ഹൈഡ്രജൻ കൊടുക്കുക. ഇവിടെ 3 ബോണ്ട്, 1 ഹൈഡ്രജൻ. ഇവിടെ 2 ഉള്ളൂ, സോ 2 ഹൈഡ്രജൻ. Got it? Yes. ഇനി മക്കളെ 6 ഹൈഡ്രോക്സി ഹെപ്റ്റ്. ഹെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 7 കാർബൺ. 1 2 3 4 5 6 7. ഓക്കെ. ഹെപ്റ്റനാൾ. ആൾ എന്ന് പറഞ്ഞാൽ ആൾ ആരുടെ സഫിക്സാ? ആൽഡിഹൈഡ്. എന്നാൽ അയാളുടെ പൊസിഷൻ തന്നിട്ടുണ്ടോ? 2 ആൾ 3 ആൾ അങ്ങനെ തന്നിട്ടുണ്ടോ? ഇല്ല. പൊസിഷൻ തന്നിട്ടില്ലെങ്കിൽ അയാൾ ഫസ്റ്റ് കാർബണിലാന്നല്ലേ അർത്ഥം. അപ്പോൾ ഒന്നെങ്കിൽ ഈ കാർബൺ CHO ആക്കണം, അല്ലെങ്കിൽ ഈ കാർബൺ CHO ആക്കണം. ഞാനിത് CHO ആക്കി. അപ്പോൾ ഞാൻ ഹെപ്റ്റനാൾ എഴുതി. ഇനിയോ 6 ഹൈഡ്രോക്സി. എന്താ ഹൈഡ്രോക്സി? ആൽക്കഹോള് സഫിക്സ് ആയിട്ട് വരുമ്പോഴാണ് ഓള്, പ്രഫിക്സ് ആയിട്ട് വരുമ്പോൾ ഹൈഡ്രോക്സി ആണ്. അപ്പൊ 6 ഹൈഡ്രോക്സി. 1 2 3 4 5 6. 6 OH കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യുക. CH3 CH CH2 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 CH2. Got it? ഇങ്ങനെയാടാ ചെയ്യുക. ഇനി 3 ബ്രോമോ 4 ഓക്സോ ഹെപ്റ്റനോയിക് ആസിഡ്. ഹെപ്റ്റ് എന്ന് പറഞ്ഞാൽ എഗെയിൻ 7 കാർബൺ ആറ്റം. 1 2 3 4 5 6 7. ഓക്കെ. 3 ബ്രോമോ 4 ഹെപ്റ്റനോയിക് ആസിഡ്. ഓയിക് ആസിഡ് ആണ്, പൊസിഷൻ ഇല്ല. അപ്പൊ ഫസ്റ്റ് കാർബണിനെ നിങ്ങൾ ആസിഡ് ആക്കി മാറ്റിയാൽ മതി. 4 ഓക്സോ. എന്താണ് ഓക്സോ? കീറ്റോൺ പ്രിഫിക്സ് ആയിട്ട് വരുമ്പോഴാണ് ഓക്സോ. 4 ഓക്സോ ഉണ്ട്. 1 2 3 4. അപ്പൊ C ഡബിൾ ബോണ്ട് O എന്ന് കൊടുക്കാം. 3 ബ്രോമിൻ ഉണ്ട്. 1 2 3. ഇവിടെ ബ്രോമിൻ ഉണ്ട്. അപ്പൊ 3 ബ്രോമോ 4 ഓക്സോ ഹെപ്റ്റനോയിക് ആസിഡ്. ഇവിടെ CH3 ആണ്, ഇവിടെ CH2 ആണ്. CH2 CH അല്ലെ, CH2 ഇങ്ങനെയാ വരിക. അപ്പോ ചുരുക്കി പറഞ്ഞ മക്കൾ, ഇതാണ് IUPAC തന്നാൽ സ്ട്രക്ചർ എഴുതാൻ കഴിയണം. സ്ട്രക്ചർ തന്നാൽ IUPAC എഴുതാനും മക്കൾ പഠിക്കണം എന്നുള്ളതാണ്. ആരും മറന്നു പോകരുത്. അടുത്തത് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാ. എന്താ സാധനം? ഇത് ആൽഡിഹൈഡ് ആയതുകൊണ്ട് 3 ക്ലോറോ പ്രൊപ്പനാൽ. എവിടെ പറഞ്ഞു? ഈ സാധനം തന്നെയാണ് അത് കേട്ടോ. അപ്പൊ അതിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നില്ല. ഇനി ഇതിന്റെ നെയിം എങ്ങനെയാ വരിക? സിമ്പിൾ ആണ്. നമ്പർ ലോക്കസ്റ്റ് ലീസ്റ്റ് എടുക്കുക. 1 2 3 4 5 6 7 8. ഇങ്ങനെയല്ലടാ? യെസ്. ഇനി തിരിച്ച് നമ്പർ ചെയ്താലും ലീസ്റ്റ് കിട്ടുക എങ്ങനെയാണ്? ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോഴും തന്നെയാണ്. ലോക്കസ്റ്റ് നോക്കുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോൾ തന്നെയാണ് ലിസ്റ്റ് കിട്ടുക. അപ്പോൾ 2 അതേപോലെ 5 അതേപോലെ 6 എല്ലാം മീത്തൈലാ. സോ ട്രൈ മീത്തൈൽ എന്ന് പറയാം. എന്താണ് പറയാ? ട്രൈ മീത്തൈൽ. ലോങ്ങസ്റ്റ് ചെയിനിൽ 8 ആളുകളുണ്ട്. സോ ഒക്ട്. എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. സോ 2 5 6 ട്രൈ മീത്തൈൽ ഒക്ടെയിൻ. മറന്നു കളയണ്ട. അടുത്തത് ഇവിടെ ആസിഡ് ഉണ്ട്, കീറ്റോൺ ഉണ്ട്. പറയേണ്ട കാര്യമില്ല. ആസിഡിനാണ് പ്രിഫറൻസ്. 1 2 3 4 5 6. ഓക്കെ. അപ്പൊ 5 കീറ്റോൺ വന്നാൽ എന്താണ് പറയാ? സഫിക്സ് അല്ല, പ്രഫിക്സാ. അപ്പൊ 5 ഓക്സോ എന്നാ പറയാ. എന്താ പറയാ? ഓക്സോ. ലോങ്ങസ്റ്റ് ചെയിനിൽ 6 കാർബൺ. സോ ഹെക്സ്. സിംഗിൾ ബോണ്ട് ഹെക്സെയിൻ. 1 ലോയിക് ആസിഡ്. സോ ഹെക്സനോയിക് ആസിഡ്. അങ്ങനെ പറയാ. വെരി സിമ്പിൾ. ഇനി ഇയാൾക്ക് ലീസ്റ്റ് നമ്പർ ഇട്ടില്ല. എവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്പർ ചെയ്യേണ്ടത്? പറയേണ്ട കാര്യമില്ല. 1 2 3 4 5 6 7. മൂന്നിൽ ആരാളുള്ളത്? ക്ലോറിൻ ഉണ്ട്. പിന്നെ ആരാളുള്ളത്? ബ്രോമിൻ ഉണ്ട്. ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം ആരെ എഴുതേണ്ടത്? ബ്രോമിനെ. സോ 3 ബ്രോമോ. പിന്നെന്താടാ? 3 ക്ലോറോ. ലോങ്ങസ്റ്റ് ചെയിനിൽ 7 കാർബൺ. സോ ഹെപ്റ്റ്. എല്ലാം സിംഗിൾ ബോണ്ട്. സോ ഹെപ്റ്റെയിൻ. സോ 3 ബ്രോമോ 3 ക്ലോറോ ഹെപ്റ്റെയിൻ. അപ്പോൾ മക്കളെ, നമ്മൾ കൂടുതൽ എക്സാമ്പിളുകൾ എഴുതുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നെയിമിംഗ് എന്തായാലും ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ മാർക്ക് ഒരു കാരണവശാലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഫുൾ മാർക്ക് തന്നെ നമുക്ക് കെമിസ്ട്രിയിൽ വാങ്ങണം. ഓക്കെ.
അപ്പം നെയിമിങ് നന്നായിട്ട് മക്കൾ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, റൈറ്റ് ഓൾ ദ ചെയിൻ ഐസോമേഴ്സ് ഓഫ് ദ കോമ്പൗണ്ട് വിത്ത് മോളിക്കുലാർ ഫോർമുല C5H12. എടാ C5H12 എത്ര പോസിബിൾ ഐസോമേഴ്സ്, ചെയിൻ ഐസോമേഴ്സ് ഉണ്ട് എന്ന്. എന്താടാ ചെയിൻ ഐസോമേഴ്സ്? സെയിം മോളിക്കുലാർ ഫോർമുലയാണ്, പക്ഷെ ചെയിൻ ഡിഫറൻ്റ് ആണ്. ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. എന്താ? CH3, CH2, 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 CH3. ഇതെന്താ? നോർമൽ പെൻറ്റെയിൻ ആണ്. ഇത് C5H12 ആണ്. മറ്റൊരു പോസിബിലിറ്റി, ഒരു ബ്രാഞ്ച് വരുന്നൊരു പോസിബിലിറ്റി ഉണ്ട്. CH3, CH3, CH2, CH3. ഇത് മറ്റൊരു പോസിബിലിറ്റിയാണ്. ഇനി മക്കളെ മൂന്നാമത്തെ നോക്ക്, രണ്ട് ബ്രാഞ്ച് വരുന്നുണ്ട്. CH3, മുകളിലും CH3 ബ്രാഞ്ച്, താഴെയും CH3 ബ്രാഞ്ച്, ഇവിടെ CH3. ഇതെന്താ? ഈ മൂന്നാളുകളും ഒരേ മോളിക്കുലാർ ഫോർമുലയുള്ള ആളുകളാണ്. ഏതാ മോളിക്കുലാർ ഫോർമുല? C5H12. പക്ഷേ ചെയിൻ ഡിഫറൻ്റാ. ഇതൊരു സ്ട്രൈറ്റ് ചെയിൻ ആണ്, ഇത് ഒരു ബ്രാഞ്ചുള്ള ചെയിൻ ആണ്, ഇത് രണ്ട് ബ്രാഞ്ചുള്ള ചെയിൻ ആണ്. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആക്കണേടാ, മനസ്സിലാക്കണം നിങ്ങൾ. സെയിം മോളിക്കുലാർ ഫോർമുല, പക്ഷെ ചെയിൻ ഡിഫറൻറ്റ്. അവരെ ചെയിൻ ഐസോമേഴ്സ് എന്ന് വിളിക്കാം. ആ ഫിനോമിന എന്താ? ചെയിൻ ഐസോമറിസം ആണ്. അടുത്ത എന്ത് ക്വസ്റ്റ്യൻ എന്താ നോക്ക് നിങ്ങൾ. C3H8 മോളിക്കുലാർ ഫോർമുല, അവരുടെ ഫങ്ഷണൽ ഐസോമേഴ്സ്. എന്താ ഫങ്ഷണൽ ഐസോമേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ്? എന്താ? സെയിം മോളിക്കുലാർ ഫോർമുലയാ, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആയിരിക്കും. പറഞ്ഞുതരാം നോക്ക്. C3H8O ആണ്. C3H8O മോളിക്കൂൾ നോക്കിക്കോ. CH3, CH2, CH2OH. ഇതാരാടാ? ഇത് പ്രൊപ്പനോൾ ആണ്. ആരാണ്? പ്രൊപ്പനോൾ. പ്രൊപ്പനോൾ എന്ന് പറഞ്ഞാൽ അതൊരു ആൽക്കഹോളാണ്. ഇനി അടുത്ത ആൾ നോക്ക് നിങ്ങൾ. CH3O, CH2, CH3. ഇതാരാ? ഇത് മെത്തോക്സി ഈത്തൈൻ ആണ്. മെത്തോക്സി ഈത്തൈന് മുകളിൽ ഇതേപോലെ ആൽക്കഹോൾ അല്ല, അതൊരു ഈത്തറാണ്. എന്താ മക്കളെ മനസ്സിലായത്? സെയിം മോളിക്കുലാർ ഫോർമുല രണ്ടുപേർക്കും, പക്ഷെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറൻ്റാ. ഒന്ന് ആൽക്കഹോൾ ആണെങ്കിൽ ഒന്ന് ഈത്തറാണ്. എങ്കിൽ ഇവരെ ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ് എന്ന് വിളിക്കാം. ആ ഫിനോമിന ഫങ്ഷണൽ ഐസോമറിസം ആണ്. ഗോട്ട് ഇറ്റ്? യെസ്, മറന്നു പോകരുത്. അടുത്തത്, വാട്ട് ആർ മെറ്റാമേഴ്സ്? റൈറ്റ് മെറ്റാമേഴ്സ് ഓഫ് C4H10O. ആദ്യം തന്നെ നമുക്ക് എക്സാമ്പിൾ എഴുതാം. C4H10O മോളിക്കുലാർ ഫോർമുല വരുന്ന മെറ്റാമേഴ്സ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞത്. നോക്ക് നിങ്ങൾ. CH3O, CH2, CH2, CH3. ഇയാളെ പേരെന്താണെന്നറിയോ? ഇത് ഈത്തറാണ്. ഇയാളെ പേര് മെത്തോക്സി പ്രൊപ്പൈൻ ആണ്. എന്താണ്? മെത്തോക്സി പ്രൊപ്പൈൻ. മെത്തോക്സി പ്രൊപ്പൈൻ. അടുത്ത് നോക്കടാ. CH3, CH2O, CH2, CH3. അടുത്ത എന്താ? എത്തോക്സി ഈത്തൈൻ. എന്താടാ? എത്തോക്സി ഈത്തൈൻ. എത്തോക്സി ഈത്തൈൻ. എത്തോക്സി ഈത്തൈൻ. രണ്ടുപേരുടെയും മോളിക്കുലാർ ഫോർമുല C4H10O ആണ്. C4H10O. പിന്നെ എന്താ വ്യത്യാസമുള്ളത്? എടാ വ്യത്യാസമുള്ളത് എന്താണെന്നറിയോ? ഇവിടെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാ? ഓക്സിജൻ അല്ലേ? ആ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ലെഫ്റ്റിലുള്ള കാർബൺ ആറ്റം ഡിഫറൻ്റ് ആണ്, അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഡിഫറൻ്റ് ആണ്. അതേപോലെ റൈറ്റിലുള്ള കാർബൺ ആറ്റവും ഡിഫറൻ്റ് ആ. നോക്ക്, ആദ്യത്തതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു കാർബണാ ഉള്ളത്, അഥവാ മീത്തൈൽ. എന്നാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോ രണ്ട് കാർബൺ ഉണ്ട്, അഥവാ ഈത്തൈൽ. അപ്പോൾ ഈ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് അഥവാ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഡിഫറൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി. എന്നാൽ റൈറ്റിലുള്ളതോ അതും ഡിഫറൻ്റാ. ഇവിടെ 3 കാർബൺ ആറ്റം പ്രൊപ്പൈലാണത്, എന്നാൽ ഇവിടെ 2 കാർബണേ ഉള്ളൂ, ഈത്തൈലാണ്. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ രണ്ട് സൈഡിലുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഡിഫറൻ്റ് ആണ്, അഥവാ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഡിഫറൻ്റ് ആണ്, പക്ഷേ സെയിം മോളിക്കുലാർ ഫോർമുലയാ. എങ്കിൽ അവരെ മെറ്റാമേഴ്സ് എന്ന് വിളിക്കാം. ആ ഫിനോമിനനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റാമറിസം. മെറ്റാമറിസം. അപ്പോൾ അത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ചെയിൻ ഐസോമറിസത്തിൽ ചെയിനാ ഡിഫറൻറ്റ്, പൊസിഷൻ ഐസോമറിസത്തിൽ പൊസിഷനാ ഡിഫറൻറ്റ്, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസത്തിൽ ഫങ്ഷണൽ ഗ്രൂപ്പാ ഡിഫറൻറ്റ്, മെറ്റാമറിസത്തിൽ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ രണ്ട് സൈഡിലുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകളാണ് ഡിഫറൻറ്റ് എന്നുള്ള കാര്യം ഒരിക്കലും മക്കൾ മറന്നു പോകരുത്. ഇമ്പോർട്ടൻ്റ് ആണത്.
Got it? Yes. അടുത്തത് അറേഞ്ച് ദ ഫോളോയിങ് കാർബോകാറ്റോൺ ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദർ സ്റ്റെബിലിറ്റി. എടാ കാർബോകാറ്റോണിന്റെ സ്റ്റെബിലിറ്റി പ്രൈമറിയേക്കാൾ സ്റ്റേബിൾ ആണ് സെക്കൻഡറി, അതിനേക്കാൾ സ്റ്റേബിൾ ആണ് ടെർഷറി. ഒരു സംശയവും വേണ്ട. അപ്പൊ ഏറ്റവും സ്റ്റെബിലിറ്റി കുറവുണ്ടാവുക മീത്തൈൽ കാർബോകാറ്റോണിനായിരിക്കും. അതിനേക്കാൾ സ്റ്റെബിലിറ്റി വരിക പ്രൈമറിയിൽ നിൽക്കുന്ന ഈ ഈത്തൈൽ കാർബോകാറ്റോണിനായിരിക്കും, CH3CH2+. അതിനേക്കാൾ സ്റ്റെബിലിറ്റി സെക്കൻഡറി ആയിട്ട് നിൽക്കുന്ന ഇയാൾക്കായിരിക്കും. സോ CH3 ട്വൈസ് CH കാർബോകാറ്റോൺ. അതിനേക്കാൾ സ്റ്റെബിലിറ്റി ഈ ടെർഷറിക്കായിരിക്കും. സോ CH3 ത്രൈസ് C+. ഗോട്ട് ഇറ്റ്? അപ്പൊ ഈ ഓർഡറാണ് മക്കള് നിർബന്ധമായും നോട്ട് ചെയ്ത് വെക്കേണ്ടത് എന്നുള്ളതാണ്. Got it? ഇനി നോക്ക്, നെയിം ദ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ. കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റിയെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്? കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അത് +I എഫക്റ്റ് ആണ്, അഥവാ പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ ബേസിക്കലി ഇൻഡക്റ്റീവ് എഫക്റ്റാണ്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ടതാണ്, അത് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് ആണ്. ഏത് എഫക്റ്റാണ്? ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് ആണ്. ഒന്ന് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്, രണ്ട് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്. ഇത് രണ്ടുമാണ് കാർബോകാറ്റയോണുകളുടെ സ്റ്റെബിലിറ്റിയെ മക്കൾ എന്ത് ചെയ്യുന്നത്? എഫക്റ്റ് ചെയ്യുന്നതെന്ന് മറന്നു കളയരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, വാട്ട് ഡു യു മീൻ ബൈ ഫോളോയിങ് ടേംസ്? 4 മാർക്കിന്റെ ചോദ്യമാണ്, ഓരോന്നിനും ഓരോ മാർക്ക്. എടാ ഹോമോളിസിസ് എന്താ? പറ നിങ്ങൾ. ആദ്യം തന്നെ ഹോമോളിസിസ് എന്താന്ന് പറ. 1 മാർക്കാണ്, എന്താന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്താ ഹോമോളിസിസ്? നമുക്കറിയുന്നതാടാ, 2 ആറ്റങ്ങൾക്കിടയിലുള്ള ഒരു കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സാണത്. എങ്ങനെയാ ബ്രേക്ക് ചെയ്യുക? ആ കൊവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് 2 ആറ്റങ്ങൾക്കും ഓരോ ഇലക്ട്രോൺ വീതമാണ് കിട്ടുക. അപ്പൊ 2 ആറ്റങ്ങൾക്കും അവരവരുടെ ഇലക്ട്രോണുകൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ 2 ഫ്രീ റാഡിക്കലുകൾ ഉണ്ടാവും. അപ്പൊ ഹോമോളിസിസിൽ ആദ്യം പഠിക്കേണ്ടത് ഹോമോളിസിസിന്റെ പ്രോഡക്റ്റ് എന്താണ്? ഫ്രീ റാഡിക്കിളാണ്. മക്കളെ, ആ ഫ്രീ റാഡിക്കിള് ഹൈലി അൺസ്റ്റേബിൾ ആണ്, ഹൈലി റിയാക്റ്റീവ് ആണ്. അതിൽ നോട്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അവരുടെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ആണ്. എങ്ങനെയാണ് ഓർഡർ ഉള്ളത്? പ്രൈമറിയേക്കാൾ സ്റ്റേബിൾ ആണ് സെക്കൻഡറി, അതിനേക്കാൾ സ്റ്റേബിൾ ആണ് ടെർഷറി. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഒരു കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ 2 ആറ്റങ്ങളും ഓരോ ഇലക്ട്രോൺ വീതം എടുത്ത് ബ്രേക്ക് ചെയ്യുന്നതാണ് ഹോമോളിസിസ്. അതിന്റെ പ്രോഡക്റ്റ് ഫ്രീ റാഡിക്കൽ ആണ്. അതിന്റെ സ്റ്റെബിലിറ്റി പ്രൈമറി ലെസ് ദാൻ സെക്കൻഡറി ലെസ് ദാൻ ടെർഷറി ആണ്. ഇനി മക്കളെ നോക്ക്, എന്താണ് ഹെറ്ററോളിസിസ് അല്ലെങ്കിൽ ഹെറ്ററോലിറ്റിക് ഫിഷൻ വരിക? ഹെറ്ററോളിസിസിന്റെ പ്രത്യേകത എന്താ? വളരെ സിമ്പിൾ ആയുള്ള ഒരു സംഭവമാണ്. അത് എന്താ? 2 ആറ്റങ്ങൾക്കിടയിലുള്ള നോക്കൂ, CH3Br എടുക്കാം. 2 ആറ്റങ്ങൾക്കിടയിലുള്ള ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ 2 ഇലക്ട്രോണും മോർ ഇലക്ട്രോ നെഗറ്റീവായ ആറ്റം എടുക്കും. ഇവിടെ ഓരോരുത്തരും ഓരോ ഇലക്ട്രോൺ അല്ലേ എടുത്തത്. ഇവിടെ 2 ഇലക്ട്രോണും മോർ ഇലക്ട്രോ നെഗറ്റീവായ ആറ്റം എടുക്കും. അതാണ് നോർമലി സംഭവിക്കുക. അപ്പൊ എന്താണ് സംഭവിക്കുക? ആ കാർബൺ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, അപ്പോൾ അവിടെ പോസിറ്റീവ് ചാർജ്. മറ്റേ ഇലക്ട്രോൺ 2 കൊണ്ടുപോയി, അപ്പോൾ അവിടെ നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഹോമോലിറ്റിക് ഫിഷന്റെ പ്രോഡക്റ്റ് ഫ്രീ റാഡിക്കൽ ആണെങ്കിൽ ഹെറ്ററോളിസിസിന്റെ പ്രോഡക്റ്റ് അയോണുകളാണ്, അഥവാ കാറ്റയോണുകളും ആനയോണുകളുമാണ് എന്ന കാര്യം മറന്നു കളയരുത്. അത് ഇമ്പോർട്ടൻ്റാ. ഇനി ഇവിടെ ചേർക്കാനുള്ള ഒരു കാര്യം, ഇവിടെ പോസിറ്റീവ് ചാർജ് നിങ്ങൾ കാർബണിന്റെ കൂടെയല്ലേ കാണുന്നത്, അവരെ നമുക്ക് കാർബോകാറ്റയോൺ എന്ന് വിളിക്കാം. കാർബോകാറ്റയോൺ. ആ കാർബോകാറ്റയോണും ഹൈലി അൺസ്റ്റേബിളും റിയാക്റ്റീവുമാണ്. അവരുടെ സ്റ്റെബിലിറ്റി ഫ്രീ റാഡിക്കലിനെ പോലെ തന്നെയാണ്, പ്രൈമറി ലെസ് ദാൻ സെക്കൻഡറി ലെസ് ദാൻ ടെർഷറി. ഇനി ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ അതിനെ കാർബാനയോൺ എന്നാ വിളിക്കുക. എന്താണ് വിളിക്കുക? കാർബാനയോൺ. കാർബാനയോണിന്റെ സ്റ്റെബിലിറ്റി നേരെ ഓപ്പോസിറ്റ് ആണ്. പ്രൈമറി മോർ സ്റ്റേബിൾ ദാൻ സെക്കൻഡറി ദാൻ ടെർഷറി. മറന്നു പോവരുത്, മാറിപ്പോവരുത്, അറിയാതിരിക്കരുത്. ഇമ്പോർട്ടൻ്റാ. ഇനി മക്കളെ നോക്ക്, മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കുന്നുണ്ട്. അതെന്താ ചോദിക്കുന്നത്? ന്യൂക്ലിയോഫൈൽ ആൻഡ് ഇലക്ട്രോഫൈൽ. ന്യൂക്ലിയോഫൈൽ ആൻഡ് ഇലക്ട്രോഫൈൽ. എടാ, ഇത് വലിയൊരു സംഭവമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടല്ലോ, 2 പോയിന്റ് പഠിക്കുക. സിമ്പിൾ പോയിന്റാണ്, ഞാൻ പറഞ്ഞുതരാം. നോക്ക്, ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ലവിങ് അല്ലെങ്കിൽ അട്രാക്റ്റിംഗ് ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസ് ആണ്. അപ്പൊ ഇലക്ട്രോഫൈൽ ആരാ? ഇലക്ട്രോൺ
ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ് ആണ്. ഓക്കെ, ഇനി എക്സാമ്പിളും കൂടെ പഠിച്ചാൽ മതി. അത് മതി, 2 മാർക്കിന് ചോദിക്കുള്ളൂ. 2 പോയിന്റ് മതി നിങ്ങളുടെ കയ്യിൽ. എന്താണ് എക്സാമ്പിള്? നിങ്ങൾ മനസ്സിലാക്ക്. ഓൾ ആനയോൺസ്, എല്ലാ ആനയോൺസും ന്യൂക്ലിയോഫൈലുകളാണ്. ആരാ ഇലക്ട്രോഫൈല്? ഓൾ കാറ്റയോൺസ്, അവരാണ് ഇലക്ട്രോഫൈല്. പിന്നെ വേറെ ആർക്കെങ്കിലും ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുമോടാ? ആക്ട് ചെയ്യാൻ കഴിയും. ആരാ? ലോൺ പെയറുള്ള ന്യൂട്രൽ മോളിക്യൂൾസ് അഥവാ H2O, അതേപോലെ NH3 എക്സെട്ര. ന്യൂട്രലായ ആൾക്ക് ഇലക്ട്രോഫൈലായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള മോളിക്യൂൾ ആവണമെന്നേ ഉള്ളൂ. AlCl3യും BF3യും ഒക്കെ അതിൻ്റെ എക്സാമ്പിളുകളാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് എന്താ? ഹോമോളിസിസിനെ കുറിച്ച് ബ്രീഫായിട്ട് നിങ്ങൾക്ക് ഈ പോയിന്റുകൾ എഴുതാൻ കഴിയണം. ഹെറ്ററോളിറ്റിക് ഫിഷൻ എഴുതാൻ കഴിയണം. അവിടെ സ്റ്റെബിലിറ്റി മാറിപ്പോവരുത്. പ്രോഡക്റ്റ് ഇവിടെ ഫ്രീ റാഡിക്കലും ഇവിടെ അയോണുകളുമാണെന്ന് മറന്നു പോകരുത്. ന്യൂക്ലിയോഫൈലും ഇലക്ട്രോഫൈലുമായി ബന്ധപ്പെട്ട് ഒരു 2 പോയിന്റുകളെങ്കിലും എൻ്റെ കുട്ടികൾ പഠിച്ചേ തീരൂ എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഗോട്ട് ഇറ്റ്? യെസ്. അപ്പോൾ ഇത് 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഓരോന്നിനും ഓരോ മാർക്കാണ്. അത് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് മക്കൾ ചെയ്യേണ്ടത്. ഗോട്ട് ഇറ്റ്? യെസ്. അടുത്തത്, മെനി കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ്. വാട്ട് ഈസ് റെസൊണൻസ് എഫക്റ്റ്? എന്താണ് റെസൊണൻസ് എഫക്റ്റ്? ഒരു മോളിക്യൂളിനകത്തുള്ള 2 പൈ ബോണ്ടുകൾക്കിടയിൽ അല്ലെങ്കിൽ ഒരു പൈ ബോണ്ടിൻ്റെയും ലോൺ പെയറിൻ്റെയും ഇടയിൽ ഇൻട്രാക്ഷൻ ഉണ്ടാവുമ്പോൾ അവിടെ ചാർജ് ജനറേറ്റ് ചെയ്യുന്ന, അവിടെ പൊളാരിറ്റി ഉണ്ടാവുന്ന ഫിനോമിനയുടെ പേരാണ് റെസൊണൻസ് എഫക്റ്റ്. ഇവരെ നമ്മൾ പോസിറ്റീവ് റെസൊണൻസും നെഗറ്റീവ് റെസൊണൻസും ആയിട്ട് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക? സിമ്പിൾ. NH2+R എഫക്റ്റിൻ്റെ എക്സാമ്പിളാണ്. NO2-R ആണ്. ആസിഡ് -R ആണ്. ആൽക്കഹോള് +R എക്സാമ്പിളാണ്. നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ പ്രിൻസിപ്പിൾ ഓഫ് ദ ഫോളോയിങ് ടെക്നിക്സ്. ക്രിസ്റ്റലൈസേഷൻ. എടാ, ക്രിസ്റ്റലൈസേഷനിൽ എന്തിൻ്റെ ബേസിസിലാണ് ഓർഗാനിക് കോമ്പൗണ്ടുകൾ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്? അത് കമ്പോണൻറ്റുകളുടെ സോലബിലിറ്റിയിലുള്ള ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മക്കൾ മനസ്സിലാക്കുക. ഏത് ഓർഗാനിക് കോമ്പൗണ്ടാണ് നിങ്ങൾക്ക് വേണ്ടത്? അത് മാത്രം ഡിസോൾവ് ചെയ്യുന്ന സോൾവെൻറ്റിൽ നമ്മൾ അതിനെ ഡിസോൾവ് ചെയ്താൽ മതി. അപ്പോൾ സോലബിലിറ്റിയിലുള്ള ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്പോണൻറ്റുകളുടെ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. എടാ, സിമ്പിൾ ഡിസ്റ്റിലേഷനിൽ എങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്? അവരുടെ ബോയിലിംഗ് പോയിന്റുകൾക്കിടയിലുള്ള ലാർജ് ഡിഫറൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ലാർജ് ഡിഫറൻസ് ബോയിലിംഗ് പോയിന്റിലുള്ള ആളെ മാത്രമാണ് സിമ്പിൾ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ബോയിലിംഗ് പോയിന്റിലുള്ള ഡിഫറൻസ് ലാർജ് ആവുമ്പോഴാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുക എന്ന് മനസ്സിലാക്കുക. എടാ, ഡിസ്റ്റിലേഷൻ അണ്ടർ റിഡ്യൂസ്ഡ് പ്രഷർ എപ്പോഴാ? ചില ഓർഗാനിക് കോമ്പൗണ്ടുകൾ ബോയിൽ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഡികമ്പോസ് ചെയ്യുന്നുണ്ട്. അവരെ പ്യൂരിഫൈ ചെയ്യാനാണ് ഡിസ്റ്റിലേഷൻ അണ്ടർ റിഡ്യൂസ്ഡ് പ്രഷർ ഉപയോഗിക്കുന്നത്. ഗ്ലിസറോൾ അതിൻ്റെ എക്സാമ്പിളാണ്, മറക്കരുത്. പേപ്പർ ക്രൊമാറ്റോഗ്രഫിയുടെ പ്രിൻസിപ്പിള് അത് ഡിഫറൻഷ്യൽ അഡ്സോപ്ഷൻ ആണ്. സോറി, അതങ്ങനെയല്ല, അഡ്സോപ്ഷൻ അല്ല, പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിയുടെ എക്സാമ്പിളാണ് പേപ്പർ ക്രൊമാറ്റോഗ്രഫി, പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി. അപ്പോൾ പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിയിൽ എന്താ നടക്കുക എന്ന് ചോദിച്ചാൽ കണ്ടിന്യൂസ് ഡിഫറൻഷ്യൽ പാർട്ടീഷനിങ് ആ നടക്കുക എന്ന് മക്കൾക്ക് പറയാൻ പറ്റണം. കണ്ടിന്യൂസ് ഡിഫറൻഷ്യൽ പാർട്ടീഷനിങ് ആ നടക്കുക എന്ന് മക്കൾക്ക് പറയാൻ പറ്റണം. ഗോട്ട് ഇറ്റ്? യെസ്. ഇനി വിച്ച് ടൈപ്പ് ഓഫ് ലിക്വിഡ്സ് ക്യാൻ ബി പ്യൂരിഫൈഡ് യൂസിങ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ? സജസ്റ്റ് ആൻ എക്സാമ്പിൾ. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ചില കോമ്പൗണ്ടുകൾ ബോയിൽ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഡികമ്പോസ് ചെയ്യും. അവരെ പ്യൂരിഫൈ ചെയ്യാനായി മെത്തേഡ് ഗ്ലിസറോൾ അതിൻ്റെ എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. നെയിം 2 മെയിൻ ടൈപ്പ് ഓഫ് ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫറൻഷ്യൽ അഡ്സോപ്ഷൻ. അഡ്സോപ്ഷൻ്റെ ബേസിസിൽ വർക്ക് ചെയ്യുന്ന 2 ക്രൊമാറ്റോഗ്രഫി. ഒന്ന് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയാണ്, 2 കോളം ക്രൊമാറ്റോഗ്രഫിയാണ്. കോളം ക്രൊമാറ്റോഗ്രഫിയാണ്. Got it? അടുത്തത്, സജസ്റ്റ് എ മെത്തേഡ് യൂസ്ഡ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് ക്ലോറോഫോം ആൻഡ് അനിലിൻ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ക്ലോറോഫോം ആൻഡ് അനിലിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ സിമ്പിൾ ഡിസ്റ്റിലേഷൻ ആണ് ഉപയോഗിക്കുക. അതെന്താ സിമ്പിൾ ഉപയോഗിക്കുന്നത്? കാരണം അവരുടെ ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ വലിയ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ്. മറന്നു കളയണ്ട. ഇൻ വാട്ട് ഫോം നൈട്രജൻ ഇസ് എസ്റ്റിമേറ്റഡ് ഇൻ ദ്യൂമാസ് മെത്തേഡ്? ദ്യൂമാസ് മെത്തേഡിൽ നൈട്രജൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് നൈട്രജൻ ഗ്യാസ് ആയിട്ടാണ്. അതേപോലെ ജൽദാസ് മെത്തേഡിൽ നൈട്രജൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അമോണിയയുടെ ഫോമിലുമാണ് എന്ന് മനസ്സിലാക്കുക. അമോണിയാണ് ജൽദാസിൽ ഉണ്ടാവുന്നത്, മറന്നു കളയരുത്. ആ അമോണിയൻ സൾഫേറ്റ് ആക്കി മാറ്റുന്നതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ?
യെസ്, അടുത്തത് ഇൻ ദ ലെസൈൻ ടെസ്റ്റ് ഫോർ ഹാലോജൻ ദേ ആർ പ്രസിപ്പിറ്റേറ്റഡ് ആസ്. ഹാലോജൻ ലെസൈൻ ടെസ്റ്റിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് സിൽവർ ഹാലൈഡുകളായിട്ടാണ് എന്ന് മക്കളെ നിങ്ങൾ ഓർത്തു വെക്കുക. ഹൗ ഡു യു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ക്ലോറിൻ ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട്? ക്ലോറിൻ എങ്ങനെ ഡിറ്റക്ട് ചെയ്യുക? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കില്ലടാ നമ്മൾ ലെസൈൻ ടെസ്റ്റിൽ. ആ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലേക്ക് നമ്മൾ നൈട്രിക് ആസിഡ് ഒഴിക്കണം, അതേപോലെ തന്നെ സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യണം, എന്നിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുക. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ 3 സാധ്യതകളുണ്ട്. നമുക്കൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടാം. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ അത് ക്ലോറിൻ്റെ പ്രസൻസിനെ സൂചിപ്പിക്കുന്നതാണ്. അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് ഒഴിച്ചാൽ മതി. ഈ അമോണിയം ഹൈഡ്രോക്സൈഡിൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് സോലുബിൾ ആണെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് പ്രസൻസ് ഓഫ് ക്ലോറിൻ ആണ്. അത് പ്രസൻസ് ഓഫ് ക്ലോറിൻ ആണ്, മറന്നു കളയണ്ട. ഇനി മക്കളെ, വൈറ്റ് പ്രസിപ്പിറ്റേറ്റിന് പകരം പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് വരാം. ആ പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റിന് പകരം നല്ല യെല്ലോ പ്രസിപ്പിറ്റേറ്റ് വരാം. ഈ 3 സാധ്യതകളുണ്ട്. പെയിൽ യെല്ലോ ആണെങ്കിൽ അത് ബ്രോമിനെ സൂചിപ്പിക്കുന്നതാ. അത് കൺഫേം ചെയ്യാൻ അതിലേക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് ഒഴിച്ചാൽ മതി. അപ്പം അത് പാർഷ്യലി സോലുബിൾ ആയിരിക്കും. പാർഷ്യലി സോലുബിൾ ആണെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് പ്രസൻസ് ഓഫ് ബ്രോമിൻ ആണ്. ഇവിടെ ക്ലോറിനെ ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ ബാക്കിയും അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. എടാ, യെല്ലോ പ്രസിപ്പിറ്റേറ്റ് വന്നാലേ അതിലേക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് ഒന്ന് ഒഴിക്കുക, നോക്കുമ്പോൾ അത് ഇൻസോലുബിൾ ആണോ എന്നാണ് നോക്കേണ്ടത്. ഇൻസോലുബിൾ ആണെങ്കിൽ അയോഡിനെ സൂചിപ്പിക്കുന്നതാണ്, അയോഡിൻ്റെ പ്രസൻസ് സൂചിപ്പിക്കുന്നതാ. വിട്ടുകളയരുത്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോടാ, മറന്നു കളയരുത്. ഇനി നെയിം എ മെത്തേഡ് യൂസ്ഡ് ഫോർ ദ ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ. നൈട്രജൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഡ്യൂമാസ് മെത്തേഡ് ഉപയോഗിക്കാം, ജെൽദാസ് മെത്തേഡ് ഉപയോഗിക്കാം. അടുത്തത് കാരിയസ് മെത്തേഡ്. പെർസെൻറ്റേജ് ഓഫ് ഹാലജനെ കുറിച്ചാണ് ചോദ്യം. കാരിയസ് മെത്തേഡ് എസ്റ്റിമേഷൻ ഓഫ് ഹാലജൻ 0.15 gram of an organic compound gave 0.12 gram of AgBr. ഫൈൻ പെർസെൻറ്റേജ് ഓഫ് ബ്രോമിൻ. എടാ, പെർസെൻറ്റേജ് ഓഫ് ബ്രോമിൻ എങ്ങനെയാടാ കാണുക? പെർസെൻറ്റേജ് ഓഫ് ബ്രോമിൻ കാണാൻ അറ്റോമിക് മാസ് ഓഫ് ബ്രോമിൻ ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് AgBr. AgBr എത്രയാ? 187 വരിക. ഇൻറ്റു മാസ് ഓഫ് AgBr ഫോംഡ്. എത്ര AgBr ഫോം ചെയ്തത്? 0.12 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് 0.15 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് ബ്രോമിൻ കാണാൻ പറ്റും. എന്താണ്? അറ്റോമിക് മാസ് ഓഫ് ബ്രോമിൻ ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് AgBr ഇൻറ്റു മാസ് ഓഫ് AgBr ഫോംഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100 ചെയ്താൽ പെർസെൻറ്റേജ് ഓഫ് ബ്രോമിൻ കാണാൻ പറ്റും. സിമ്പിളാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ മക്കളെ നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടത്. ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നും നിങ്ങൾ വീഡിയോ കണ്ട് അത് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. കുറച്ചധികം സമയം മക്കളെ നിങ്ങൾ എടുത്തോ, ആരാ നിങ്ങളോട് എടുക്കണ്ടെന്ന് പറഞ്ഞത്? പക്ഷെ നിങ്ങളത് പഠിച്ചിരിക്കണം. കാരണം എന്ത് വില കൊടുത്തും നിങ്ങൾ ഫുൾ മാർക്കിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ മക്കളെ, ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാവില്ലേ? കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.